ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സ്ലിറ്റിൽ പൈപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് സ്ലിറ്റിൽ നമുക്ക് ഈ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇതൊരു 1.5 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈഡ് സീമിൽ സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിർത്തുക. ഇത് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസിലാണ് സാധാരണ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ആദ്യം തന്നെ മടക്കി തയ്ക്കണം. ഓക്കെ, നമ്മൾ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ അടിഭാഗം മടക്കി തയ്ക്കുക. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം തന്നെ അടിഭാഗം മടക്കി തയ്ക്കണം. ഓക്കെ, 2 ഭാഗവും ഇതുപോലെ മടക്കി തയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ 2 സൈഡും മടക്കി തയ്ച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഇനി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ കറക്റ്റ് ഈ ഒരു വീതിയിലാണ് താഴത്തേക്ക് നമ്മൾ സാധാരണ സ്ലിറ്റ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും വീതിയിലുള്ള തുണിയുടെ ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഈ സ്ട്രിപ്പ് വെച്ച് നോക്കുക. ഈ സ്ട്രിപ്പ് വെച്ച് നോക്കിയിട്ട് അതിനേക്കാളും വീതി കുറവാണ് നമുക്ക് അവിടെ സീം അലവൻസ് നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിനേക്കാളും വീതി കുറവിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഏതുവരെ കട്ട് ചെയ്ത് കളയണമെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ഇതുപോലെ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കണ്ടു, ഇതിൻ്റെ ഒരു പീസ് മാത്രം ഞാൻ ഇങ്ങനെ കയറ്റി കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരൊറ്റ പീസാണ് നമ്മൾ ഇതുപോലെ കയറ്റി കട്ട് ചെയ്തത്. അതിനുശേഷം ഇത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നേരെ സെൻറ്റർ മടക്കുക. സെൻറ്റർ മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് തിരിച്ച് തയ്ച്ച് നമുക്ക് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് വരിക. അപ്പോൾ അതിന് മുമ്പ് കണ്ടു, ഈ ഒരെണ്ണം നമ്മൾ ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ താഴത്തെ പീസിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവിടുന്ന് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴേന്ന് മുകളിലേക്ക് തയ്ച്ചു വരിക. നമ്മൾ ഈ സൈഡ് തയ്ക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ എക്സസ് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ എക്സസ് നിൽക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യല്ല വേണ്ടത്. അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 2 തുമ്പും 1/2 ഇഞ്ച് നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഈ 1/2 ഇഞ്ചിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ 2 പീസും ഇതുപോലെ കറക്റ്റായിട്ട് അറേഞ്ച് നിർത്തിയിട്ട് മടക്കുക. എന്നിട്ട് കണ്ടു, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ താഴ്ത്തുനിന്ന് ഇനി മുകളിലേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക എഡ്ജ് കൂടെ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇത് സ്ലിറ്റിൻ്റെ അകവശത്താണ് നമ്മൾ ഇത് പിടിപ്പിക്കുന്നത്. നമുക്ക് പുറമേ നിന്ന് നോക്കി കാണില്ല, പക്ഷേ സ്ലിറ്റ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചിങ് ആണത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അകവശത്താണ് ഈ വെച്ച് തയ്ച്ചത്. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ബോർഡർ ലൈൻ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ആ ജോയിൻറ്റ്, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ജോയിൻറ്റ് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ആ കറക്റ്റായിട്ടുള്ള ആ സ്ലിറ്റിൻ്റെ ആ എൻഡിൽ നമ്മളിത് 2 കൂടി നന്നായിട്ട് വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സംഭവം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇതിനെ പുറത്തേക്ക് എങ്ങനെ മടക്കി തയ്ക്കാമെന്ന് നോക്കുക. ഓക്കെ, നമ്മൾ പുറത്തേക്ക് മടക്കി തയ്ക്കുന്നത് കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ്. അതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ തന്നെ നമ്മൾ സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി. ഓക്കെ, സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ക്കുക.
അപ്പോൾ ഇത് നമ്മൾ അടിഭാഗം മടക്കി തയ്ച്ചു. ഇനി നോക്ക്, ഇത് കണ്ടു, ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യണത്. അപ്പോൾ അത് നോക്കുക, നമ്മൾ ഈ സീം അലവൻസ് കട്ട് ചെയ്യുന്നത് ചെരിച്ചിട്ടാണ്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ സാധാരണ മടക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു മടക്ക് കൊടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ വീതി എത്രയുണ്ടോ അതിനേക്കാളും വീതി കുറവിൽ വേണം നമുക്ക് ഇവിടെയും കട്ട് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കതിൽ ഇത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കണ്ടു, ഇവിടെ ഇതുപോലെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഇത് പുൾവശമാണ്, ഇതിനെ നമ്മൾ പുറത്തേക്ക് മടക്കുക. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇതിനെ പുറത്തേക്ക് മടക്കുക. പുറത്തേക്ക് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യണ ഈ രീതി ഒന്ന് നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുക്കുക. ഈ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട്, നമ്മൾ സ്ട്രിപ്പിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ക്കുക. ഓക്കെ, നേരെ സെൻറ്ററിൽ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് താഴേന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ തിരിച്ചു വെച്ച് തയ്ക്കുകയാണ്. അപ്പോൾ നോക്കുക, തിരിച്ചു വെച്ച് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടു, നമ്മൾ നേരത്തെ ഇത് മടക്കി വയ്ക്കാതെയാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഇത് മടക്കി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോഴേ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ക്കുക. ഈ തല എത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതിനെ മടക്കി വയ്ക്കണം. ആദ്യം തന്നെ മടക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഇത് മടക്കി വയ്ക്കുകയാണ്. ഇനി ഇത് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു മെത്തേഡാണിത്. കണ്ടോ, ഇനി കറക്റ്റ് ഈ കോർണറിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്നും ഇതുപോലെ തന്നെ ഇത് മടക്കി താഴേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തയ്യൽ തുമ്പിന് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. താഴത്തെത്തുമ്പോൾ എൻഡ് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണല്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് തീർത്തു. നമുക്ക് ഏറ്റവും എളുപ്പം ഇത് പുറമേക്ക് വെച്ച് തയ്ക്കാനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ലിറ്റിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ച് തയ്ച്ച് നോക്കുക, കാണാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ കറക്റ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.